മാസത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുമ്പോൾ ഗ്രാൻഡ് പേരൻസ് പറയാറുണ്ട്, ആ കുഞ്ഞിന് കിടന്ന് വിശന്നിട്ടാണ് ആ കുഞ്ഞ് കിടന്ന് കരയുന്നത്, ഈ പാല് മാത്രം കൊടുത്താൽ എന്താവാനാണ്, വേഗം സോളിഡ് ഫുഡ്സ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇത് ശരിയാണോ? അല്ല. ഒരിക്കലും 6 മാസത്തിന് മുമ്പ് സോളിഡ് ഫുഡ്സ് ഒരു പീഡിയാട്രീഷ്യന്റെ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതായത് മുലപ്പാലല്ലാതെ ഈവൻ വെറും വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തുകൊണ്ടാണ് സോളിഡ് ഫുഡ്സ് 6 മാസത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലാത്തത്? ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്മച്യൂർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സോളിഡ് ഫുഡ്സ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഡയറിയ ഉണ്ടാക്കാം, മലബന്ധം ഉണ്ടാക്കാം, ചിലപ്പോൾ അലർജീസ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോളിഡ് ഫുഡ്സ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. മൂന്നാമതായിട്ട് ഈ സോളിഡ് ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നിട്ടില്ലല്ലോ, അപ്പൊ ഇത് ചൂ ചെയ്യാൻ പറ്റില്ല, അവര് വിഴുങ്ങാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ചോക്കിംഗ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നാലാമതായിട്ട് വേറെ സോളിഡ് ഫുഡ്സ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് അധികം കുടിക്കുന്നില്ല. ബ്രസ്റ്റ് മിൽക്ക് അധികം കുടിക്കാതെ ആവുമ്പോൾ എന്ത് പറ്റുന്നു? കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു, പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷനും അലർജീസും വരാനുള്ള സാധ്യത കൂടുന്നു. അഞ്ചാമത്തത് ലോങ് ടേം റിസ്ക്, അതായത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ഒരു പൊണ്ണത്തടി, ഒബീസിറ്റി, കുഞ്ഞിലെ തന്നെയുള്ള കുഞ്ഞുങ്ങളിൽ വരുന്ന പ്രമേഹം, അതുപോലെ ഫാറ്റി ലിവർ, വിവിധ തരം ഫുഡ് അലർജീസ്, ഇതെല്ലാം വരാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലാണ്. അപ്പോൾ 6 മാസം മുമ്പ് ഒരിക്കലും സോളിഡ് ഫുഡ് കൊടുക്കാതിരിക്കുക. ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് മിൽക്ക്.